ഇന്ന് പരിചയപ്പെടുത്തുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു ചെറിയ പൈനാപ്പിൾ എടുക്കുക. അത് പച്ചടിയുടെ രീതിയിൽ അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാൻ വെക്കാം. കുക്കറിൽ അടിച്ചെടുക്കുന്നവർക്ക് അതാണ് ഏറ്റവും എളുപ്പം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അതൊക്കെ അവരവരെടുക്കുന്നതനുസരിച്ച് ചേർത്ത് കൊള്ളുക. അതിനുശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ചുവന്നുള്ളി, പച്ചമുളക്, ജീരകം, കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കടുക് ചേർക്കുക. കടുകെന്ന് പറയുന്നത് ചതഞ്ഞാൽ മതി, അതുകൊണ്ടാണ് ലാസ്റ്റ് കടുക് ചേർക്കുന്നത്. അത് ചതച്ചെടുത്തതിന് ശേഷം വെന്ത് വന്ന പൈനാപ്പിളിലേക്ക് ഈ അരപ്പൊഴിച്ച് ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് പറ്റിച്ചെടുക്കുക. ഇങ്ങനെ പറ്റി വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. ഇത് തണുത്തതിന് ശേഷം ആവശ്യാനുസരണം തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം ചൂടാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഒരു കട്ടിയുണ്ടല്ലോ, അത് മതി. അതിനുശേഷം ഞാൻ ചേർക്കുന്നത് എല്ലാവരും പഞ്ചസാരയാണ്. ഞാനിവിടെ കൽക്കണ്ടാണ് ചേർത്തേക്കുന്നത്. പിന്നെ കടുക് വറുത്ത് കുറച്ച് മുളക് പൊടിയോട് ചേർത്ത് വേണം കടുക് വറുക്കാൻ. അതിനുശേഷം നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം.